ഹലോ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. എൻ്റെ പേര് റബീഹൻ. ഡിഗ്രിയുള്ള ഉദ്യോഗാർത്ഥികൾക്കും എഴുതാൻ സാധിക്കുന്ന കമ്പനി ബോർഡ് LGS വിജ്ഞാപനം 2025 അവസാനത്തോടുകൂടി വരാൻ പോകുകയാണ്. സോ കമ്പനി ബോർഡ് LGS തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കായിട്ടുള്ള കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ പുതിയ ബാച്ച് ആരംഭിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾക്കായിട്ട് ഞങ്ങളെ കോൺടാക്ട് ചെയ്യും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്താണെന്നുണ്ടെങ്കിലും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണല്ലേ നമ്മുടെ ജനറൽ നോളജ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഏരിയ എങ്ങനെയാണ് നമ്മൾ പഠിക്കേണ്ടത്, ഏത് ഏരിയ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ ഈ പഠനം തുടങ്ങേണ്ടത്, ഏത് എക്സാമോ ആയിക്കോട്ടെ ഏതിനാണെങ്കിലും എങ്ങനെയാണ് നമുക്ക് ഈ പറയുന്ന GK എന്ന് പറയുന്ന പോർഷൻ നമുക്ക് കവർ അപ്പ് ചെയ്തെടുക്കാനായിട്ട് പറ്റുന്നത് എന്നുള്ള കാര്യമാണ് ആദ്യമായിട്ട് നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതിന് നമ്മൾ നോക്കുന്ന സമയത്ത് ഇതിന്റെ കൃത്യമായിട്ടുള്ള SCERT ഏത് ഭാഗം ഫോക്കസ് ചെയ്യണം, NCERT ആണെങ്കിൽ എവിടെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് പഠിക്കേണ്ടത്, അതുപോലെ തന്നെ നമ്മൾ ഈ പറയുന്ന കൃത്യമായിട്ടുള്ള ഒരു റിവിഷൻ പ്ലാൻ എങ്ങനെയായിരിക്കണം, അത്തരത്തിലുള്ള കുറെ കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ചെറിയ സമയം കൊണ്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പറയുന്ന സമയത്ത് ഏതൊരു എക്സാമിന് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിലും ആദ്യം തന്നെ അതിന്റെ ഒരു ഓൾ സിലബസ് എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് അനലൈസ് ചെയ്തിരിക്കണം എന്നുള്ളതാണ്. ഒരു എക്സാം എന്താണ് ഡിമാൻഡ് ചെയ്യുന്നത് എന്നുള്ള കാര്യം നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ്. അതിന് തന്നെ നമ്മൾ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള ഏരിയകൾ, കോർ ഏരിയകൾ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മുടെ പഠനം സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അതായത് നമ്മുടെ വെയിറ്റേജ് ഏറ്റവും കൂടുതൽ നമുക്ക് മാർക്ക് നേടാൻ പറ്റുന്ന ഏരിയ ഏതാണ് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യുക. അവിടെ തൊട്ടായിരിക്കണം നമ്മുടെ പഠനം അവിടെ സ്റ്റാർട്ട് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ ചില എക്സാമുകൾക്ക് നമ്മൾ നോക്കുന്ന സമയത്ത് സ്പെഷ്യൽ ടോപ്പിക്കുകൾ നമ്മൾ കാണാറുണ്ട് അല്ലെ. സ്പെഷ്യൽ ടോപ്പിക് എന്ന് പറയുന്നത് ചിലപ്പോൾ 10 മാർക്ക് അല്ലെങ്കിൽ 20 മാർക്കിനൊക്കെ ആയിട്ട് നമുക്ക് സ്പെഷ്യൽ ടോപ്പിക്കിന്റെ ഏരിയ ക്വസ്റ്റ്യൻസ് നമുക്ക് കാണാറുണ്ട്. അപ്പോൾ ആദ്യമായി നമ്മൾ നോക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ആ സിലബസ് അതല്ലെങ്കിൽ ആ ഒരു എക്സാം എന്താണ് ഡിമാൻഡ് ചെയ്യുന്നത് എന്നതിനെ മുൻനിർത്തിക്കൊണ്ട് അതിന്റെ ഈ പറയുന്ന ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള ഏരിയകളിൽ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള പഠനം സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ബാക്കിയുള്ള 5 മാർക്കിന്റെയോ 3 മാർക്കിന്റെയോ ഒക്കെ ക്വസ്റ്റ്യൻസ് വരുന്ന ഏരിയകളാണ് എന്നുണ്ടെങ്കിൽ അതിനെ ഒന്നവിടെ മാറ്റി നിർത്തിയിട്ട് ഏറ്റവും കൂടുതൽ നമുക്ക് ഒന്ന് എഫേർട്ട് ഇട്ടാൽ ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വെയിറ്റേജ് ഉള്ള ഏരിയകൾ ഏതാണോ എന്നുള്ളത് നോക്കിയിട്ട് പഠനം അവിടെ തുടങ്ങുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ബാക്കിയുള്ള ഏരിയകൾ ഇപ്പൊ ഈ പറയുന്ന 5 മാർക്കിന്റെയോ അതല്ലെങ്കിൽ 3 മാർക്കിന്റെയോ ഒക്കെ ക്വസ്റ്റ്യൻസ് വരുന്ന ഏരിയകളാണ് എന്നുണ്ടെങ്കിൽ ഇവിടെ എന്താണ് ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ മെയിൻ ആയിട്ട് നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു പഠനമാണ് ഇവിടെ നമ്മൾ നടത്തേണ്ടത്. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഏതൊരു എക്സാമിന് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന ആളാണ് എന്നുണ്ടെങ്കിലും ആ ഒരു സിലബസിനെ ഓൾ സിലബസിനെ കൃത്യമായിട്ട് അനലൈസ് ചെയ്തുകൊണ്ട് ഇവിടെ പഠിച്ചാൽ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള ഏരിയ മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു പഠനം സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. സോ സിലബസ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മുടെ മുന്നിൽ ഉണ്ടാവേണ്ടത് എന്നുള്ള കാര്യമാണ്. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്താന്ന് വെച്ചാൽ നമ്മുടെ ടെക്നിക്കുകൾ അതല്ലെങ്കിൽ കോഡുകൾ യൂസ് ചെയ്തുകൊണ്ടുള്ള പഠനം നമ്മൾ എഫക്റ്റീവ് ആയിട്ട് അത്തരത്തിലെ ന്യൂമോണിക്സുകൾ യൂസ് ചെയ്തുകൊണ്ടുള്ള പഠനം നമ്മൾ നടത്തുക എന്നുള്ളതാണ്. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഞാൻ ആർട്ടിക്കിൾ 14 തൊട്ട് 18 വരെ പഠിക്കുന്നതിനുള്ള ഒരു കോഡ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്താണ് കോഡ്? ഈ ഡൗട്ട് എന്ന് പറയുന്ന കോഡാണ്. നമുക്ക് എപ്പോഴും ക്വസ്റ്റ്യൻസ് കാണാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് അല്ലെ ഈ പറയുന്ന ആർട്ടിക്കിളുകൾ എന്ന് പറയുന്നത്. എസ്പെഷ്യലി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 14 തൊട്ട് 18 വരെയുള്ള ആർട്ടിക്കിൾസ് ഒക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ പലതരത്തിലുള്ള ഭേദഗതികൾ, അമെൻമെന്റുകൾ കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ നമ്മുടെ ഈ പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ റിലേറ്റ് ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഓരോരോ ആശയങ്ങൾ നമ്മൾ ഏത് രാജ്യത്ത് നിന്നാണ് ബോറോ ചെയ്തിട്ടുള്ളത്, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. സോ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ കാര്യങ്ങളെല്ലാം കൺഫ്യൂസ്ഡ് ആയിട്ടുള്ളവർക്ക് എന്താണ് കോഡുകൾ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് പഠിക്കാൻ പറ്റും എന്നുള്ളതാണ്. അതിലൊന്നാണ് ഈ പറയുന്ന ഈ ഡൗട്ട് എന്ന് പറയുന്ന ഈ കോഡ്. അതായത് ആർട്ടിക്കിൾ 14 തൊട്ട് 18 വരെയുള്ള ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് ഈ ഒരു കോഡ് യൂസ് ചെയ്തുകൊണ്ട് ഈസി ആയിട്ട് സിമ്പിൾ ആയിട്ട് നമുക്ക് ഓർമ്മിച്ച് വെക്കാൻ പറ്റുന്ന ഒരു കോഡാണ്. ഈ എന്ന് പറയുമ്പോൾ ആർട്ടിക്കിൾ 14നെയാണ് ഡിനോട്ട് ചെയ്യുന്നത്, ഇക്വാലിറ്റി എന്ന് പറയുന്ന കാര്യം. അതുപോലെ തന്നെ D എന്ന് പറയുമ്പോൾ ഡിസ്ക്രിമിനേഷൻ പാടില്ല എന്നുള്ള ആർട്ടിക്കിൾ 15. O എന്ന് പറയുന്ന ലെറ്റർ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് എന്തിനാണ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓപ്പർച്യൂണിറ്റി, ഈക്വൽ ഓപ്പർച്യൂണിറ്റി നമ്മുടെ പബ്ലിക് എംപ്ലോയ്മെന്റിന്റെ കാര്യത്തിൽ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. U എന്ന് പറയുമ്പോൾ ആർട്ടിക്കിൾ 17 നമ്മുടെ അൺടച്ചബിലിറ്റി, തൊട്ടുകൂടായ്മ കാര്യങ്ങൾ പാടില്ല എന്ന് പറയുന്ന കാര്യം. T എന്ന് പറയുന്ന ലെറ്റർ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആർട്ടിക്കിൾ 18, അതായത് നമ്മുടെ ടൈറ്റിൽസ് റിമൂവ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ഇത്തരത്തില് ന്യൂമോണിക്കുകൾ അതല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കോഡുകൾ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ നമ്മുടെ പഠനം കൊണ്ടുപോവുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു ബാലികേല മലയായിട്ട് നമുക്ക്
മാറത്തില്ല എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇത്തരത്തിലുള്ള കോഡുകൾ ഇപ്പൊ ഈ പറയുന്ന ഞാൻ ഒരു എക്സാമ്പിൾ മാത്രമാണ് ഇവിടെ പറഞ്ഞത്. പല തരത്തിലുള്ള എക്സാമ്പിൾ, പല തരത്തിലുള്ള കോഡുകളും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ പഠനം ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റും എന്നുള്ളതാണ്. അപ്പൊ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയുന്നതാണ് ഈ പറയുന്ന ആർട്ടിക്കിൾ 14 തൊട്ട് 18 വരെയുള്ള ഈ ഒരു ഭാഗത്ത് നിന്ന് എത്രമാത്രം ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ PSC ചോദിച്ചിട്ടുള്ളത് എന്നുള്ളത്. അതിനൊരു എക്സാമ്പിൾ ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ ഭരണഘടനയുടെ സുവർണ ത്രികോണം എന്ന പേരിൽ അറിയപ്പെടുന്നത് ഏതൊക്കെ ആർട്ടിക്കിളുകളാണ് എന്നുള്ളതാണ്. ആർട്ടിക്കിൾ 14, 19, 21 എന്നറിയപ്പെടുന്ന ഈ ആർട്ടിക്കിളുകളാണ് അല്ലെ നമ്മുടെ സുവർണ ത്രികോണം എന്നുള്ള പേരിൽ അറിയപ്പെടുന്ന ആർട്ടിക്കിളുകൾ എന്ന് പറയുന്നത്. അപ്പൊ ഇത്തരത്തില് നമുക്ക് ഈ ഭാഗത്ത് നിന്ന് കോൺസ്റ്റിറ്റ്യൂഷന്റെ ഈ ഒരു ഭാഗത്ത് നിന്ന് ആർട്ടിക്കിൾസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസ് എപ്പോഴും നമുക്ക് കാണാൻ പറ്റുന്ന ഏരിയ ആണ്. അതായത് ഈ പറയുന്ന അവസര സമത്വം എന്നത് ഡിനോട്ട് ചെയ്യുന്നത് ഏത് ആർട്ടിക്കിൾ ആണ്, അങ്ങനെയുള്ള രീതിയിൽ. അതുപോലെ തന്നെ അൺടച്ചബിലിറ്റി, അതായത് തൊട്ടുകൂടായ്മ എന്നുള്ളതിനെ നിരോധിക്കുന്നത് ഏത് ആർട്ടിക്കിൾ ആണ് എന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം നമുക്ക് കാണാൻ പറ്റുന്നതാണ്. അപ്പൊ ഇത് കൺഫ്യൂസ്ഡ് ആയിട്ടുള്ളവർക്ക് എന്താണ്, ഇത്തരത്തിലുള്ള കോഡുകൾ യൂസ് ചെയ്തുകൊണ്ടുള്ള പഠനം നമുക്ക് നടത്താവുന്നതാണ് എന്നുള്ളതാണ്. സോ അതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ടെക്നിക്ക് എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് മറ്റൊരു പ്രധാന ഏരിയ ആണ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ 5 മാർക്കിനും 3 മാർക്കിനും ഒക്കെ നമ്മുടെ വെയിറ്റേജ് ഉള്ള ഏരിയകൾ എന്ന് പറയുന്നത് അത് ഈ പറയുന്ന ഒരു ടെക്സ്റ്റ് ബുക്കോ അതല്ലെങ്കിൽ അത്രയും ഒരുപാട് നമ്മൾ വായിച്ച് പഠിക്കുന്നതിനേക്കാൾ കൂടുതലായിട്ട് ഈ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്തുകൊണ്ട് അത് ഫോക്കസ് ചെയ്തുകൊണ്ട് നമ്മൾ പഠനം മുന്നോട്ട് കൊണ്ടുപോവുകയാണ് എന്നുണ്ടെങ്കിൽ ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ നമുക്ക് ആ ഒരു ഭാഗം ഏത് ഏരിയ ആണെങ്കിലും ആ വെയിറ്റേജ് കുറഞ്ഞ ഭാഗങ്ങൾ നമുക്ക് കവർ ചെയ്ത് പോകാനായിട്ട് പറ്റുന്നതാണ് എന്നുള്ളതാണ്. ഓക്കെ, അതുപോലെ നമ്മൾ ഇവിടെ നോക്കുമ്പോൾ റിട്ടുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എപ്പോഴും എക്സാമിൽ കാണാൻ പറ്റുന്നതാണ്. നമ്മുടെ ഈ പറയുന്ന 5 റിട്ടുകൾ ഏതൊക്കെയാണ്, ആ 5 റിട്ടുകളിലും ഓരോന്നും എന്തിനെയാണ് ഡിനോട്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ആർട്ടിക്കിൾ 32 കാര്യങ്ങളൊക്കെ റിലേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് വരുന്ന കാര്യങ്ങളാണ്. സോ ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് റിട്ടുകൾ പുറപ്പെടുവിക്കുന്നതിന് ഹൈക്കോടതിക്ക് അധികാരം നൽകുന്ന ഭരണഘടന അനുച്ഛേദം ഏതാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. നമുക്കറിയാം ആർട്ടിക്കിൾ 32 ആണ് നമ്മുടെ ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഭാഗത്ത് നിന്ന് തന്നെ മറ്റൊരു ടൈപ്പിൽ ക്വസ്റ്റ്യൻ ചോദിച്ചു കാണുന്നത് ഏതാണ്, ഈ പറയുന്ന റിട്ടുകൾ എന്ന് പറയുന്ന ആശയം നമ്മൾ കടമെടുത്തിട്ടുള്ളത് ഏത് ഭരണഘടനയിൽ നിന്നാണ് എന്നുള്ളത് എപ്പോഴും നമുക്ക് ക്വസ്റ്റ്യൻ കാണാൻ പറ്റുന്ന ഏരിയ ആണ് അല്ലെ. എവിടെ നിന്നാണ് നമ്മൾ ഈ പറയുന്ന റിട്ടുകൾ എന്ന് പറയുന്ന ആശയം കടമെടുത്തിട്ടുള്ളത്, ബ്രിട്ടനിൽ നിന്നാണ്. റിട്ട് പറയുന്ന ആശയം നമ്മൾ ബ്രിട്ടനിൽ നിന്നാണ് കടമെടുത്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഈ പറയുന്ന റിട്ട് അതുപോലെ തന്നെ ബ്രിട്ടൻ എന്ന് പറയുന്നത് നമുക്ക് പ്രാസൊപ്പിച്ച് പറയാൻ പറ്റുന്ന ഒന്നാണ് അല്ലെ. അപ്പൊ ഇത്തരത്തിൽ ഈ പറയുന്ന കോഡുകള്, ന്യൂമോണിക്കുകള് നമുക്ക് പ്രാസൊപ്പിച്ച് പറയാൻ പറ്റുന്ന പലതരത്തിലുള്ള ടെക്നിക്കുകളും നമുക്ക് എന്തുണ്ട്, ഈ പറയുന്ന GK എന്ന് പറയുന്ന പോർഷൻ നമുക്ക് പഠിക്കുന്ന സമയത്ത് ഏറ്റവും എഫക്റ്റീവ് ആയിട്ട് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ് എന്നുള്ളത് ഓർമ്മിച്ചു വെക്കുക. അപ്പോൾ ഹോൾ സിലബസ് നമ്മൾ മനസ്സിലാക്കിയതിനു ശേഷം ഏറ്റവും വെയിറ്റേജ് ഉള്ള ഏരിയ ഐഡന്റിഫൈ ചെയ്തതിന് ശേഷം അവിടെ നിന്നും പഠനം സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് ഇത്തരത്തിലുള്ള ന്യൂമോണിക്സുകൾ, ഇത്തരത്തിലുള്ള കോഡുകൾ, കാര്യങ്ങൾ പ്രാസൊപ്പിച്ച് നമുക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ ഇതെല്ലാം ഫോക്കസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റും എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമുക്കറിയാം ഇനിയുള്ള എക്സാമുകൾ അതല്ലെങ്കിൽ നമുക്കറിയാം നമ്മുടെ ഈ പറയുന്ന സിലബസും കാര്യങ്ങളും ഒക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രധാനമായിട്ടും നോക്കേണ്ട ഒരു ഏരിയ എന്ന് പറയുന്നത് നമ്മുടെ SCERT, NCERT ഏരിയകളാണ് അല്ലെ. അതായത് നമുക്കറിയാം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ വന്നിട്ടുള്ള മാറ്റങ്ങള്, അതുപോലെ തന്നെ പുതിയ SCERT ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള പുതുതായിട്ടുള്ള ചോദ്യങ്ങള്, ഇതെല്ലാം നമ്മള് ഇനിയുള്ള എക്സാമുകൾ, ഇനി മുന്നോട്ടുള്ള എക്സാമുകളിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട ഏരിയകളാണ്. അപ്പൊ ഇവിടെ ഞാൻ കുറച്ച് SCERT ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് SCERT ചാപ്റ്റേഴ്സ് ഞാൻ ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം ഇത്ര മാത്രം ഒന്നല്ല. ഇപ്പൊ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ അനീതിയിൽ നിന്ന് നീതിയിലേക്ക് എന്ന് പറയുന്നത് ഒരു നമ്മുടെ പുതിയ വേർഷനിലെ ഒരു പുതിയ ചാപ്റ്റർ ആണ്. ക്ലാസ് 7 ചാപ്റ്റർ 4 ആയിട്ട് വരുന്നതാണ് അനീതിയിൽ നിന്ന് നീതിയിലേക്ക് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ കേരള ഹിസ്റ്ററി ആയിക്കോട്ടെ, അതല്ലെങ്കിൽ ഇന്ത്യൻ ഹിസ്റ്ററി ആയിക്കോട്ടെ, ജോഗ്രഫി ആയിക്കോട്ടെ, ഈ ഭാഗത്ത് നിന്നെല്ലാമുള്ള പുതിയ SCERTകൾ ഏതൊക്കെയാണ്, പുതിയ SCERT ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണ്, അത് കൃത്യമായി ഐഡന്റിഫൈ ചെയ്തുകൊണ്ടുള്ള ഒരു പഠനം നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. അപ്പൊ ഞാനിത് ഇവിടെ ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആയിട്ട് കാണിക്കാൻ വേണ്ടി മാത്രമാണ് കുറച്ച് SCERTകൾ മാത്രമേ ഇവിടെ ആഡ് ചെയ്തിട്ടുള്ളൂ. ഇത് നമുക്ക്
എന്താണ് ഒരു സെപ്പറേറ്റ് ആയിട്ട് വീഡിയോ ചെയ്യേണ്ടത് തന്നെയാണ് അല്ലെ. പുതിയ SCERT ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണ്, അതല്ലെങ്കിൽ ഏത് SCERT ചാപ്റ്റേഴ്സ് ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ഇനി നമ്മൾ പഠനം മുന്നോട്ട് കൊണ്ടുപോവേണ്ടത്, അത് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഒരു വീഡിയോ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പൊ ഇവിടെ ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിളിന് ഇവിടെ ആഡ് ചെയ്തിട്ടുള്ളതാണ് നമ്മുടെ പുതിയ SCERT ചാപ്റ്റേഴ്സ് ആയിട്ട് ഈ പറയുന്ന ക്ലാസ് 7ലെയും അതുപോലെ തന്നെ 9ലേക്ക് വരുന്ന ഒരുപാട് ചാപ്റ്റേഴ്സ് നമുക്ക് ഇതും ഇതല്ലാത്തതുമായിട്ടുള്ള പഴയതും പുതിയതുമായിട്ടുള്ള ഒരുപാട് SCERT ചാപ്റ്റേഴ്സ് നമുക്ക് എന്ത് ചെയ്യേണ്ടതുണ്ട്, ഈ പറയുന്ന എക്സാമുകളിൽ നമുക്ക് പഠിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളൊരു ഡിഗ്രി ലെവൽ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ആളുകളാണ് എന്നുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന മറ്റാണ് SCERT പ്ലസ് NCERT എന്ന് പറയുന്നത്. NCERTയിൽ നിന്ന് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ച് കാണാൻ പറ്റുന്ന ഏരിയകളാണ്. അപ്പോൾ ഇനിയുള്ള പോർഷൻസ് അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന നവോത്ഥാനം ആയിക്കോട്ടെ, അതല്ലെങ്കിൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായിക്കോട്ടെ, ജോഗ്രഫി ആയിക്കോട്ടെ, ഈ ഭാഗത്തു നിന്നെല്ലാം നമ്മൾ നോക്കുമ്പോൾ ഈ പറയുന്ന SCERT അതുപോലെ തന്നെ NCERT എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ട ഏരിയകളാണ് എന്ന് നമുക്ക് കാണാൻ പറ്റും. അവന് നേരത്തെ പറഞ്ഞ പോലെ ഇതിന് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം. ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ട SCERT NCERT ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണ്, പുതിയതും പഴയതുമായിട്ടുള്ള ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണ് എന്നുള്ളത് നമുക്ക് സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പൊ ഇത്തരത്തില് ഈ ഒരു ഏരിയകൾ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള പഠനം നടത്തുക എന്നുള്ളതാണ്. അത് കഴിഞ്ഞ് നമ്മൾ നോക്കുന്ന സമയത്ത് പഠിച്ചു പോയാൽ മാത്രം പോരാ, കൃത്യമായിട്ടുള്ള റിവിഷൻ അവിടെ നടക്കണം എന്നുള്ളതാണ്. അതായത് ഇവിടെ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു 5 ദിവസം നിങ്ങൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ 6ാമത്തെയും 7ാമത്തെയും ദിവസം എന്തിന് യൂസ് ചെയ്യുക, റിവിഷൻ, കൃത്യമായിട്ടുള്ള റിവിഷൻ നടത്തുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പൊ നിങ്ങൾ ഇന്നത്തെ ദിവസമാണ് നിങ്ങൾ പഠനം സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഈ ദിവസം തുടങ്ങി 5 ദിവസം എന്ത് ചെയ്യുക, കൃത്യമായിട്ടുള്ള നിങ്ങളുടേതായിട്ടുള്ള ഒരു ടൈം ടേബിളിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെയുള്ള കാര്യങ്ങൾ, അതായത് ഏറ്റവും വെയിറ്റേജ് ഉള്ള ഏരിയ ഏതാണോ അതിന് ഫോക്കസ് ചെയ്തുകൊണ്ട് അതിന്റെ ഒപ്പം തന്നെ വെയിറ്റേജ് കുറഞ്ഞ ഏരിയകൾ നമ്മൾ നോക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനമായിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഒരു ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്തിട്ട് എന്ത് ചെയ്യുക, ആദ്യത്തെ 5 ദിവസങ്ങളിൽ പഠനം നടത്തുക. അത് കഴിഞ്ഞ് ബാക്കി വരുന്ന 2 ദിവസം എന്ത് ചെയ്യുക, മുഴുവനായും ഈ പറയുന്ന റിവിഷന് വേണ്ടി മാത്രം മാറ്റി വെക്കുക എന്നുള്ളതാണ്. കാരണം വെച്ചാൽ നമ്മൾ ഒരുപാട് പഠിച്ചു പോയിട്ട് കാര്യമില്ല, കൃത്യമായിട്ട് റിവിഷൻ കാര്യങ്ങൾ നടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പഠിച്ചത് മുഴുവൻ അവിടെ വേസ്റ്റ് ആയി പോകുന്ന പോലെയാണ്. അപ്പോൾ ആദ്യത്തെ 5 ദിവസം കഴിഞ്ഞ് കൃത്യമായി 6-7 ദിവസങ്ങളിൽ റിവിഷൻ നടത്തുക. പിന്നെ അത് കഴിഞ്ഞ് എന്ത് ചെയ്യുക, നെക്സ്റ്റ് വീക്കിലോട്ട് വരുന്ന സമയത്ത് ഈ പറയുന്ന 10 ദിവസത്തെ കാര്യങ്ങൾ പഠിച്ചതിന് ശേഷം ആദ്യം പഠിച്ച 5 ദിവസത്തെയും ഇപ്പൊ പഠിച്ച 5 ദിവസത്തെയും കൃത്യമായിട്ടുള്ള റിവിഷൻ അവിടെ നടത്തുക. അപ്പൊ നമുക്കൊരു 1 മന്ത് ഒക്കെ കഴിയുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യും, ഒരുപാട് കാര്യങ്ങൾ റിവൈസ് ചെയ്ത് പോവാനായിട്ട് നമുക്ക് ഉണ്ടാവും എന്നുള്ളതാണ്. സോ കൃത്യമായിട്ടുള്ള റിവിഷൻ എന്ന് പറയുന്നതും നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം നേരത്തെ പറഞ്ഞ പോലെ തന്നെ വെറുതെ പഠിച്ചു പോയിട്ട് കാര്യമില്ല. റിവിഷൻ എന്ന് പറയുന്നതാണ്, ചെറുതാണ്, കുറച്ചാണ് പഠിച്ചത് എന്നുണ്ടെങ്കിലും അതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും കൃത്യമായിട്ടുള്ള അനാലിസിസും റിവിഷനും അവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നതാണ് എന്നുള്ളത് കൂടെ ഓർമ്മിച്ചു വെക്കുക. സോ ഇതായിരിക്കണം നമ്മളുടെ ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത്. കൃത്യമായിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിനും വെയിറ്റേജ് ഉള്ള ഏരിയകളിനെയും ഐഡന്റിഫൈ ചെയ്തുകൊണ്ട് SCERT NCERT എന്ന് പറയുന്നത് ബേസ് ആയി വെച്ചുകൊണ്ട് എന്ത് ചെയ്യണം, കൃത്യമായിട്ടുള്ള റിവിഷനിലൂടെയാണ് നമ്മൾ നമ്മുടെ പഠനം തുടങ്ങേണ്ടത്, അതല്ലെങ്കിൽ കൊണ്ടുപോവേണ്ടത് എന്നുള്ളതാണ്. സോ ഇത്തരത്തില് കൃത്യമായ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന്റെ അനാലിസിസും അതുപോലെ തന്നെ ഈ പറയുന്ന റിവിഷൻ ടെക്നിക്കുകളും കാര്യങ്ങളും കോഡുകളും കാര്യങ്ങളും ഒക്കെ യൂസ് ചെയ്തുകൊണ്ടുള്ള ഒരു പഠന രീതി തന്നെയാണ് നമ്മുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ നിങ്ങൾക്കായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ നമ്മുടെ ഈ പറയുന്ന ഇനി വരുന്ന BFO എക്സാമിനാണെങ്കിലും കമ്പനി ബോർഡിനാണെങ്കിലും ഒക്കെയുള്ള കോഴ്സുകൾ കാര്യങ്ങൾ നമ്മൾ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ ഈ ഒരു കോഴ്സിനെ കുറിച്ചും കാര്യങ്ങളെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഈ ബോർഡിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സോ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ പ്രധാനപ്പെട്ട SCERT NCERT ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണ്, പുതിയതും പഴയതുമായിട്ടുള്ള ഏതൊക്കെ NCERT ചാപ്റ്റേഴ്സ് ആണ് നമ്മൾ ഇനി ഫോക്കസ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ച് ഒരു വീഡിയോ നിങ്ങൾക്ക് ആവശ്യമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.